അതിലേക്ക് ഉള്ളി, പച്ചമുളക്, തക്കാളി ഒക്കെ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്, വേപ്പില ഒക്കെ ചേർത്തിട്ടുണ്ട്. മക്കളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അല്പം പൊടികൾ കൂടി ചേർക്കാനുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള പൊടികൾ തേങ്ങ അരയ്ക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് തക്കാളിക്കൊക്കെ ആവശ്യമായ ലേശം പൊടികൾ നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു 5 സ്പൂണ് കാശ്മീരി ചില്ലി, 1 സ്പൂണ് കൊറിയാണ്ടർ, അല്പം ടർമറിക്. ഇത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ അരപ്പിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരണം നമുക്ക് ചേർക്കാം. ഇവിടെ സാധാരണ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ് ഇഷ്ടം. നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ ചേർത്തതിനാൽ നമുക്കിപ്പോൾ ചേർക്കേണ്ടതില്ല. ജസ്റ്റ് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായത് മാത്രം നമ്മളിപ്പോൾ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറുകിയ അരപ്പാണ്, നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമുക്ക് മീൻ ജസ്റ്റ് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് തേങ്ങ അരച്ച കറിയാണ്.